തന്നെ എനിക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റി. അത് അത്രയും ഡെപ്തുള്ള ഒരു കഥ രഞ്ജിത്ത് ശങ്കർ ഒരുക്കി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ലുക്ക ചുപ്പി 2 സിനിമകൾക്കും കൂടിയാണ്. ലുക്ക ചുപ്പി എന്ന് പറയുന്ന സിനിമ ബാഷ് മുഹമ്മദ് എന്ന് പറയുന്ന ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് തന്നെ സംവിധാനം ചെയ്ത ചിത്രമാണ്. അപ്പോൾ അതിൽ മുഴുനീള മദ്യപാനിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് രഘുറാം എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്നെ സംബന്ധിച്ച് ചലഞ്ചിങ്ങായിരുന്നു. അതുപോലെ തന്നെ മാനസിക സംഘർഷമുള്ള സിനിമയായിരുന്നു കുമ്പസാരം. അപ്പോൾ കഴിഞ്ഞ വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സന്തോഷം എങ്ങനെ എന്ന് വെച്ചാൽ എനിക്കറിയില്ല, മനസ്സുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം കഴിഞ്ഞ സംസ്ഥാന അവാർഡ് കഴിഞ്ഞാലായാലും ശരി, സോഷ്യൽ മീഡിയയിലടക്കം ആരാധകർ ഈ ജനകീയ അവാർഡ്, ജനങ്ങളുടെ അവാർഡ് ജയേട്ടനുള്ളതാണ് എന്ന് പറയാറുണ്ട് എപ്പോഴും. ഇപ്പോൾ എന്താണ് ആ ആരാധകരോട് ഇപ്പം ദേശീയ അവാർഡിൻ്റെ പറയുന്നത്? എനിക്ക് എല്ലാവരോടും, എനിക്ക് എന്താ പറയുക, കേരളത്തിലെ എല്ലാ സിനിമാ പ്രേമികളോടുമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ FB തുറക്കുമ്പോഴും ഞാനും കാണാറുണ്ട് ആ ഓൺലൈൻ, എനിക്ക് പോലും പരിചയമില്ലാത്ത ആ ഓൺലൈൻ നല്ല സുഹൃത്തുക്കളോട് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ജയസൂര്യ സിനിമ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന കാണിക്കുന്ന ആ നല്ല മനസ്സുകളോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കാരണം അതൊക്കെയാണ് നമ്മുടെ മുന്നിലേക്കുള്ള ഡ്രൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയും സുധി പോലെ, ലുക്ക ചുപ്പി പോലെ, അമർ അക്ബർ ആൻ്റണി പോലെ കുറേ നല്ല സിനിമകൾ സംഭവിക്കട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു.